എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ വ്യക്തി അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട 3 സന്ദേശങ്ങൾ എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതായത് ആ വ്യക്തി അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങൾക്ക് ഈ ഒരു നിമിഷം നൽകാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട 3 സന്ദേശങ്ങൾ എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറയാം. ഇതിലെന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങളെടുക്കുക. അതായത് പ്രധാനപ്പെട്ട 3 മെസ്സേജസ് ആണ് നമ്മൾ നോക്കുന്നത്. എങ്കിലും എനിക്കിവിടെ ലഭിക്കുന്ന എനർജി ഞാൻ നിങ്ങളോട് പറയാം. ഇതിലെന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങളെടുക്കുക. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾക്ക് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ താല്പര്യമുണ്ടെങ്കിൽ, അതിഷ്ടമാണെങ്കിൽ, അതിന് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതോടൊപ്പം തന്നെ ഞാൻ വാട്സപ്പ് ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വാട്സപ്പ് വഴിയാണ് കോൺടാക്റ്റ് ചെയ്യാൻ എളുപ്പമെന്നുണ്ടെങ്കിൽ, താല്പര്യമെന്നുണ്ടെങ്കിൽ അതുവഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മെസ്സേജസ് ആണ് അയക്കേണ്ടത് കേട്ടോ, കോളല്ല. കോൾസ് എടുക്കുന്നില്ല, മെസ്സേജസ് മാത്രമാണ്. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. വരും. ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ സന്ദേശം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആ പേഴ്സണോട് എന്താണ് പറയാനുള്ളത് അത് കേൾക്കാനാണ് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങളോട് സംസാരിക്കുക എന്നതിലുപരി നിങ്ങൾക്ക് എന്തെങ്കിലും ആ പേഴ്സണോട് പറയാനുണ്ടോ അത് കേൾക്കാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അത് കേൾക്കാനായിട്ട് ആ പേഴ്സൺ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. പക്ഷേ മേ ബി അതൊന്നും ആ പേഴ്സൺ പുറമേ കാണിക്കുന്നുണ്ടാവില്ല. അതായത് ആ പേഴ്സണ് നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടെന്നൊന്നും ആ പേഴ്സൺ പറഞ്ഞിട്ടും ഉണ്ടാവില്ല. ആ പേഴ്സൻ്റെ വിഷമം ആ പേഴ്സൺ പുറമേ കാണിക്കുന്നും ഉണ്ടാവില്ല. എന്നിരുന്നാൽ പോലും ആ പേഴ്സൻ്റെ മനസ്സിൽ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് എനിക്കിവിടെ കിട്ടുന്ന മെസ്സേജ് ഇതാണ്. അതായത് കിട്ടുന്ന എനർജി ഇതാണ്. നിങ്ങൾ ആ പേഴ്സണോടൊന്ന് സംസാരിക്കാനായി ആ വ്യക്തി കാത്തിരിക്കുന്നു എന്നുള്ളൊരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുക എന്നതിലുപരി നിങ്ങളുടെ സംസാരം കേൾക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുക, അതിനാണ് ആ പേഴ്സൺ പ്രാധാന്യം കൊടുക്കുന്നത്. അല്ലെങ്കിൽ അതിനാണ് ആ പേഴ്സൺ ഈ ഒരു നിമിഷം ആഗ്രഹിക്കുന്നത് എന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അത് ഈ ഒരു നിമിഷം മാത്രമല്ല, അല്ലാത്ത സമയത്തും ആ പേഴ്സൺ അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഇത് ആ പേഴ്സൺ മേ ബി നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശമായിട്ട് നമുക്കിതെടുക്കാവുന്നതാണ്. മേ ബി എന്നല്ല, ആ പേഴ്സൺ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ആദ്യത്തെ സന്ദേശമായിട്ട് എനിക്കിവിടെ മനസ്സിലാവുന്നത് അതാണ് എന്ന് പറയാം. രണ്ടാമതായിട്ട് എനിക്കിവിടെ ലഭിക്കുന്ന എനർജി, അല്ലെങ്കിൽ രണ്ടാമതായിട്ട് എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആ പേഴ്സണെ മറന്നു കാണുമോ, നിങ്ങൾ ആ പേഴ്സണെ മറന്നുവോ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് മൂന്നാമത്തെ സന്ദേശവും രണ്ടാമത്തെ സന്ദേശവും ബന്ധപ്പെട്ട് കിടക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് പറയുമ്പോൾ, അതായത് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾ ആ പേഴ്സണെ മറന്നുവോ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ആ പേഴ്സണെ മറന്നുവോ, ഒരു അകൽച്ച ആ പേഴ്സണെ ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അകൽച്ച ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. മേ ബി ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഇതെല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള മെസ്സേജാണ്. അപ്പോൾ ആ പേഴ്സൺ ചിന്തിക്കുന്നത്, നിങ്ങൾ ആ പേഴ്സണെ മറന്നുവോ, അല്ലെങ്കിൽ ഒരു അകൽച്ച നിങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ആ പേഴ്സൺ ഇപ്പോൾ തോന്നുന്നുണ്ട്. ആ ഒരു കാരണം, അതായത് ആ ഒരു ചിന്ത കാരണം, അല്ലെങ്കിൽ ആ ഒരു എനർജി ആ പേഴ്സണെ ഫീൽ ചെയ്യുന്നുണ്ടാവാം. അത് കാരണം, അതായത് നിങ്ങൾ ആ പേഴ്സണെ മറന്നുവോ എന്നുള്ള ചിന്ത കാരണം, അതായത് ഒരു അകൽച്ചയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ അകൽച്ച നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്ന സമയത്ത് ആ ഒരു തോന്നൽ കാരണം, അല്ലെങ്കിൽ ആ ഒരു ചിന്ത കാരണം, തോന്നലെന്നല്ല, ആ ഒരു ചിന്ത കാരണം ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്നുണ്ട്. അപ്പോൾ മൂന്നാമത്തെ സന്ദേശം എന്ന് പറയുന്നത്,
ആ പേഴ്സൺ ഇപ്പോൾ ഒത്തിരി വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങളോട് സംസാരിക്കാത്തത് കാരണം, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തത് കൊണ്ടോ, നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാത്തത് കൊണ്ടോ, അതായത് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കാത്തത് കൊണ്ട് ആ പേഴ്സൺ ഒരു വിഷമവും ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് ലഭിക്കുന്ന എനർജി വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എനിക്കിവിടെ മനസ്സിലാവുന്നത് അങ്ങനെയല്ല. നിങ്ങളോട് സംസാരിക്കാത്തത് കാരണം മേ ബി ആ പേഴ്സണും വിഷമിക്കുന്നുണ്ടാവാം. കാരണം എനിക്ക് ആ ഒരു എനർജി ഇവിടെ ലഭിക്കുന്നുണ്ട്. അതായത് മുൻപ് പറഞ്ഞ മെസ്സേജുമായിട്ട് ഇതിന് ബന്ധമുണ്ട് എന്ന് പറയാൻ കാരണം, അല്ലെങ്കിൽ ആ ഒരു എനർജിയുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് ഇതെന്ന് പറയാൻ കാരണം, അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ പേഴ്സണെ മറന്നുവോ എന്നുള്ള ചിന്ത കാരണമാണ് ആ പേഴ്സൺ ഇപ്പോൾ വിഷമിക്കുന്നത്. അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ മെസ്സേജുമായിട്ടും നമുക്ക് ഇതിനെ ബന്ധപ്പെടുത്തി പറയാവുന്നതാണ്. അതായത് ആദ്യം പറഞ്ഞ മെസ്സേജ് എന്താണ്, നിങ്ങൾ ആ പേഴ്സണോടൊന്ന് സംസാരിക്കാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ ആ പേഴ്സണ് നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നില്ല, അത് കാരണം ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ആ പേഴ്സണെ മറന്നുവോ എന്നുള്ളൊരു ചിന്ത ആ പേഴ്സണുണ്ട്, ആ ഒരു ചിന്ത കാരണവും ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ട്. ഈ പറഞ്ഞ 3 മെസ്സേജസും നമുക്ക് നോക്കാം. അതായത് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുന്നത് കേൾക്കാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. സോ അതിന് കഴിയാത്തത് കാരണം ഒരു അകൽച്ച ആ പേഴ്സണ് തോന്നുന്നുണ്ടാവാം, അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തത് കാരണം നിങ്ങൾക്കിപ്പോൾ ഒരു അകൽച്ചയുണ്ടോ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അകൽച്ച തോന്നുന്നുണ്ടോ എന്ന് ആ പേഴ്സണ് തോന്നുന്നുണ്ടായിരിക്കാം. ആ ഒരു തോന്നൽ അല്ലെങ്കിൽ ആ ഒരു ചിന്ത കാരണം ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 മെസ്സേജസും എന്താണ്, ഒരു ബന്ധമുണ്ട് എന്ന് പറയാം. അതായത് നിങ്ങൾ സംസാരിക്കുക എന്നുള്ളത് ആ പേഴ്സണ് പ്രധാനമാണ്. ആ മെസ്സേജും എന്താണ്, ഒരു ബന്ധമുണ്ട് അല്ലേ, ആദ്യത്തെ മെസ്സേജുമായിട്ട് ആ ഒരു മെസ്സേജിനും ബന്ധമുണ്ട്. ഈ 2 തോന്നൽ കാരണം, അതായത് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാത്തത് കൊണ്ടും നിങ്ങൾ ആ പേഴ്സണെ മറന്നുവോ എന്നുള്ള ചിന്ത കൊണ്ടും ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്നുണ്ട്. 3 മെസ്സേജസും എന്താണ്, ഏകദേശം ഒരേപോലത്തെ എനർജിയാണ്. അതായത് നിങ്ങൾ സംസാരിക്കാത്തത് കാരണം അവർ വിഷമിക്കുന്നുണ്ട്, നിങ്ങൾ മറന്നുവോ എന്നുള്ള ചിന്ത കാരണം, നിങ്ങൾ അവരെ മറന്നുവോ എന്നുള്ള ചിന്ത കാരണവും അവർ വിഷമിക്കുന്നുണ്ട്. അപ്പോൾ 3 ഏകദേശം ഒരേപോലെയുള്ള മെസ്സേജാണ്, അല്ലെങ്കിൽ ഈ 3 മെസ്സേജുകളും തമ്മിൽ ബന്ധമുണ്ട് എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട 3 സന്ദേശങ്ങൾ എന്നാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. 3 മെസ്സേജിൻ്റെയും ബന്ധം ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതായത് ആ ഒരു എനർജിയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് എനിക്കിവിടെ കിട്ടുന്ന മെസ്സേജസ്. അതായത് എനിക്കിവിടെ ലഭിച്ച എനർജിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതിലെന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങൾ എടുക്കുക. ഇതിനി നിങ്ങളുടെ എനർജിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ എനർജി കൂടി ആയിരിക്കാം. ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.